ട്രാവൽ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്കൊന്ന് പോകുന്ന വഴിയിൽ സിമെൻറ്റ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്ററാണ് കോട്ടയത്തേക്കുള്ളത്. എന്താണ് നമ്മളിവിടെ നിൽക്കാൻ കാരണം എന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. ഇവിടെ നിന്ന് കോട്ടയത്തേക്കെത്താൻ ഒരു കുറുക്ക് വഴിയുണ്ട്, സിമെൻറ്റ് ജംഗ്ഷൻ വഴി. നമ്മൾ ഇന്ന് അതിലെയാണ് പോകുന്നത്. അവിടെ ആ വഴിയുടെ ദൂരം 5.8 ആണ്. എന്നാൽ പിന്നെ 4 കിലോമീറ്റർ ദൂരമുള്ള നേരെയുള്ള വഴിയിൽ പോയാൽ പോരെ, എന്തിന് 5.8 കിലോമീറ്റർ ദൂരമുള്ള വഴിയിൽ കൂടി പോകുന്നത്? അതൊരു സംശയം വന്നേക്കാം. മറ്റൊന്നുമല്ല, കോട്ടയത്തെ നഗരത്തിൻ്റെ തിരക്കൊഴിവാക്കി വളരെ സുഖമായി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അതിലേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇതിന് മുമ്പേ പോയിരുന്നു. മുമ്പേ പോയപ്പോഴാണ് ആ വഴിയുടെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റിയത്. ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡിൻ്റെ മുമ്പിലൂടെ ഉള്ള വഴി ഇതാണ്ട്. ഇവിടെ നമ്മൾ ഇടത്തോട്ട് തിരിയുകയാണ്. 5.8 കിലോമീറ്റർ ദൂരമുള്ള വഴിയിലേക്ക് നമ്മളിവിടെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ വഴിയുടെ തുടക്കത്തിൽ നമുക്ക് അത്ര എന്താ പറയുന്നത്, പച്ചപ്പൊന്നും കാണാൻ പറ്റത്തില്ല. ചില കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, കല്ലൊക്കെ കിടപ്പുണ്ട്. പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു വലിയ ആർച്ച് കാണും. 1949 ഗ്രേ സിമെൻറ്റ് ഉണ്ടാക്കി തുടങ്ങിയ ട്രാവൻകൂർ സിമെൻറ്റ്സ്. യഥാർത്ഥ 1946 ഇത് തുടങ്ങിയത്. 1959 ആയപ്പോഴത്തേക്ക് വൈറ്റ് സിമെൻറ്റ് ഉൽപ്പാദനം തുടങ്ങി. ഒരു വർഷം 50,800 ടൺ സിമെൻറ്റാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതാണ് ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഗേറ്റ്. അനവധി തൊഴിലാളികൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഈ റോഡിൻ്റെ ഒരു പ്രകൃതി സൗന്ദര്യം നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടില്ലേ, 2 സൈഡിലും പച്ച നിറഞ്ഞ റോഡ്, നേരെ ഒരു പാലം. ഈ ഇടയ്ക്ക് പണിത പാലമാണ്. എന്ത് രസമാണ് നോക്കിയേ. പക്ഷേ ഒരു കാര്യമുണ്ട്, പലരും ഇതിലെ പോയിട്ടുണ്ടാകാം, പോകാത്തവരും ഉണ്ടാകാം. അപ്പോൾ പോയിട്ടുള്ളവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ. പോകാത്തവർക്ക് വേണ്ടിയാണ് ഈ റോഡ് പരിചയപ്പെടുത്തുന്നത്. സിമെൻറ്റ് ജംഗ്ഷനിൽ നിന്ന് കോട്ടയത്തേക്ക് എത്താവുന്ന ഒരു വഴി. ഇത് എത്തിച്ചേരുന്നത് കോട്ടയം കുമരകം റോഡിലുള്ള അറുത്തൂട്ടിൽ കവലയിലാണ്. ഈ റോഡ് എത്തിച്ചേരുന്നത് അറുത്തൂട്ടിൽ കവല. ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തിരുവാതിക്കൽ ജംഗ്ഷനിൽ വെച്ച് അങ്ങോട്ടുള്ള യാത്ര കട്ടാവും. തിരിച്ചുള്ള യാത്ര കുമരകം കോട്ടയം റൂട്ടിൽ നിന്ന് അറുത്തൂട്ടിൽ കവലയിൽ നിന്നുള്ള തിരിച്ചുള്ള യാത്രയും നമ്മൾ വന്ന് തിരുവാതിക്കൽ ജംഗ്ഷനിൽ മുട്ടും. ഇനിയാണ് ഈ റോഡിൻ്റെ സൗന്ദര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. നോക്കാം, 2 സൈഡും പാടങ്ങൾ കൃഷിക്കൊരുങ്ങിയാണ്. ട്രാക്ടറുകൾ അതിനെ പരുവപ്പെടുത്തിയിട്ടിരിക്കുക. മരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ. നേരെ നോക്കിയാൽ ആകാശങ്ങളുടെ നീലിമ, അതിനിടയിൽ മേഘങ്ങളുടെ വെളുത്ത നിറം. അധികം വാഹനങ്ങളൊന്നുമില്ല. ഈ വഴി അറിയാവുന്നവരും ഈ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവരും ആണ് ഇതിലെ കൂടുതൽ വരുന്നത്. നമുക്കങ്ങനെ വളരെ ശാന്തമായിട്ട് പോകാം. ഇടയ്ക്കൊക്കെ ആൾക്കാർ നിർത്തി ഈ പാതയോരത്ത് നിർത്തിയിട്ടുണ്ട്. അവർ ഈ 2 സൈഡിലുമുള്ള സൗന്ദര്യങ്ങളെ ആസ്വദിച്ചാണ് പോകുന്നത്. ചിലടത്ത് നല്ല തണുപ്പുണ്ട്. വണ്ടി കയറ്റിയിടാൻ പറ്റിയ ചെറിയ ചെറിയ മരത്തിൻ്റെ നിഴലുമുണ്ട്. കാരണം മുമ്പേ പോയ ഒരുപാട് പേർ അവിടെ ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് അവിടെ ഒരു സ്ഥലം ഉണ്ടായിട്ടുണ്ട്, പാർക്കിംഗ് പോലെ. നമ്മളങ്ങോട്ട് പോകുമ്പോൾ പാറോച്ചൽ പാലം കടന്ന് നമ്മൾ പോയി. പുളിനക്കൽ ബോട്ട് ജെട്ടി നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഞാനിവിടെ വണ്ടി നിർത്തുക. കാരണം അത് നോക്കി, ആകാശത്തേക്ക് നിറഞ്ഞു പറക്കുന്ന കിളികളെ കണ്ടു. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാം കൊക്കാണ്, പലതരത്തിലുള്ള കൊക്കുകൾ. ഈ വെയിൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിന് താഴെ ഈ കിളികൾ നന്നായി മിനുങ്ങുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു അനക്കം കാണുമ്പോഴാണ് ഇതെല്ലാം കൂടി ഇരിക്കുന്നിടത്തുനിന്ന് പറന്നു പോകുന്നത്. എന്തായാലും അവർക്ക് നിറച്ച ആഹാരം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെല്ലാം കൂടി ഇവിടെ എത്തുന്നത്. മരത്തിൻ്റെ നിഴലുകൾ വെള്ളത്തിൽ ഇങ്ങനെ നമുക്ക് പ്രതിധ്വനിച്ച് കാണാം. ഇത് കാണുമ്പോൾ ആരും അവിടെ വണ്ടി നിർത്തി ഇറങ്ങാതിരിക്കുക. ഇതൊക്കെ ആസ്വദിച്ചു പോകാനുള്ളതാണല്ലേ യാത്രകൾ. ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളാണ്. ഇതാണ് വിശാലമായ പാടം. ഇവിടുന്ന് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്.
ഇവിടെ ചെറിയ ഒരു ടീ സ്റ്റാൾ പോലുള്ളതുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ വന്ന് ഇവിടെയൊക്കെ നിന്ന് ഒരു ചായ കുടിച്ചിട്ടായിരിക്കാം പോകുന്നത്. കണ്ട് പാടത്ത് കൊക്കുകൾ ഇരിക്കുന്ന നമുക്ക് കൃത്യമായിട്ട് അടുത്ത് കാണാൻ പറ്റും. അവരിങ്ങനെ നോക്കിയിരിക്കേണ്ട, ആകാശം വരെ വെള്ളത്തിലുണ്ട്. കൊക്കിനെയും വെള്ളത്തിൽ കാണാൻ പറ്റും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ. കണ്ട് റോഡ് സൈഡിൽ നമുക്ക് കാണുന്ന മറ്റൊരു കാഴ്ചയാണ് താറാവ്. ഈ താറാവിനെ വല കെട്ടി ഇവിടെ നിർത്തിയേക്കുക. അപ്പോൾ അതിനകത്ത് മുട്ടയും ഇഷ്ടം പോലെ കിട്ടും. അതും വിൽക്കും, താറാവിനെയും വിൽക്കും. ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്, അതിനകത്താണ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിലെ പോകുന്ന ആൾക്കാരൊക്കെ മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. ഈ നാട്ടുകാരൊക്കെ വന്ന് താറാവിനെയും വാങ്ങിച്ചുകൊണ്ട് പോകും. നേരെ തിരുവാതുക്കൽ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. തിരുവാതുക്കലാകുമ്പോൾ നമ്മുടെ അങ്ങോട്ടുള്ള യാത്ര തീരും. പിന്നെ തിരിച്ചുള്ള യാത്രയാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. ഇവിടെയും മനോഹരമാണ്. ഒരു വലിയ വീതിയില്ലാത്ത വഴിയിലൂടെ രണ്ട് സൈഡിലും മരങ്ങളും അതുപോലെ വീടുകളും ഒക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വഴി കൂടെ പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവൂ. ഇതാണ് തിരുവാതുക്കൽ ജംഗ്ഷൻ. ഇവിടെ നമ്മൾ യാത്ര തീരുന്നു. തിരികെ വരുമ്പോൾ നമ്മളിവിടെ കൂട്ടിമുട്ടും. ഇതാണ് കോട്ടയം കുമരകം റോഡ്. ചാലുകുന്ന് ജംഗ്ഷൻ കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്താണ് അറത്തൂട്ടിൽ കവല. അറത്തൂട്ടിൽ കവലയിൽ നിന്നാണ് നമ്മൾ ഇടത്തോട്ട് തിരിയുന്നത്. ഈ റോഡ് പോയി തിരുവാതുക്കൽ ജംഗ്ഷനിൽ കൂടി സിമൻറ്റ് ജംഗ്ഷനിലെത്തും. 5.8 കിലോമീറ്റേഴ്സ് ആണ്. നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് പോകാൻ പറ്റും. ഞാനിപ്പോൾ എപ്പോൾ പോയാലും ഈ വഴിയിൽ കൂടെയാണ് കോട്ടയത്തേക്കുള്ള യാത്ര ചെയ്യുന്നത്. ഈ സിമൻറ്റ് ജംഗ്ഷനിൽ നിന്ന് അറത്തൂട്ടിൽ കവല വഴി നമുക്ക് കുമരകത്തേക്ക് പോകാം, കോട്ടയം ജംഗ്ഷനിലേക്ക് പോകാം, അവിടുന്ന് മറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും, അവിടുന്ന് ഏറ്റുമാനൂരിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പലയിടങ്ങളിലേക്കും വളരെ സമാധാനത്തോടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. നമ്മൾ തിരിച്ചുള്ള യാത്രയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പുത്തനങ്ങാടി ജംഗ്ഷൻ. അവിടുന്ന് വലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ചർച്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സെൻറ്റ് ഇഗ്നേഷ്യസ് ചർച്ചുണ്ട്. പഴയ കാലത്തെ പോലെ മതിലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ റോഡിന് ഒരു അപാര ഭംഗിയാണ്. കാരണം ഒരു വീടിൻ്റെ മതിലാണ് കാണുന്നത്. അത് കണ്ടില്ലേ, അവിടെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഈ ചർച്ചിന് ഭയങ്കര സൗന്ദര്യം തോന്നിയിട്ടുണ്ട്. ഇതാണ് പുത്തനങ്ങാടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ കോട്ടയത്തേക്ക് പോകുന്ന മറ്റൊരു വഴിയാണ്. മെഡിക്കൽ കോളേജൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ ചർച്ചിൻ്റെ ആ മതിലും അതിൻ്റെ മുറ്റവും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വാഹനങ്ങളൊക്കെ ബൈക്കൊക്കെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരികയാണ് ഒരു പ്രത്യേക ആക്ഷനിൽ. നമുക്ക് ബ്ലോക്കിലൊന്നും പെടാതെ 5.8 കിലോമീറ്റർ തിരുവാതുക്കൽ ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ തിരുവാനിക്കൽ ജംഗ്ഷനിൽ നമ്മൾ ആ യാത്രയുടെ വീഡിയോ അവിടെ കട്ട് ചെയ്തിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് നമുക്കിത് എടുക്കാൻ പ്രയാസമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കോട്ടയത്തിലേക്ക് വരുമ്പോൾ ഈ വഴി തിരഞ്ഞെടുത്ത് ഇതിലേ വന്നാൽ മതി. ഒരു പ്രാവശ്യമെങ്കിലും ഇതിലേ വരിക. ഈ വഴിയുടെ സൗന്ദര്യവും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി പോകാൻ പറ്റും. കണ്ടില്ലേ, വാഹനങ്ങളിങ്ങനെ അറിയാവുന്നവർ പോകുന്നു. കുമരകത്തേക്ക് പോകുന്നവരെ, ചേർത്തലേക്ക് പോകുന്നവരൊക്കെ ഈ വഴിയാണ് സെലക്ട് ചെയ്യാറുള്ളത്. എന്തായാലും എല്ലാവർക്കും തീർച്ചയായും ഈ വഴി പരിചയപ്പെടുത്താൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്.